ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കും. കേസിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് തിങ്കളാഴ്ച സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറും. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനിലെ പരീക്ഷകളിലും പരിശോധന നടത്തും. ന്യൂസ് മലയാളമാണ് പരീക്ഷാ ക്രമക്കേട് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വിശദാംശങ്ങളുമായി അനുരു അശോകൻ ചേരുന്നു. അനുരു, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച് ആദ്യമായി വാർത്ത പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് മലയാളമാണ്. ആ ന്യൂസ് മലയാളത്തിന്റെ വാർത്തയ്ക്കാണ് ഇപ്പോൾ ഒരു ഫലമുണ്ടായിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ആ വാർത്തകളിൽ വാർത്തകളിലൊക്കെ തന്നെ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ അജിത ബീഗം കൈമാറും. തുടർന്ന് ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ, ചീഫ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്, ഈ 3 തസ്തികകളിലേക്ക് നടത്തിയ പൊതുപരീക്ഷയിൽ 100 മാർക്കിന് ഉള്ള പരീക്ഷയിൽ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്താതെയാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വഴിയാണ് ഈ ഉത്തരക്കടലാസുകൾ പരിശോധിച്ചത്. പക്ഷേ ഈ ഉത്തരക്കടലാസുകൾ ഇത്തരം ഒരു സംവിധാനം വഴി പരിശോധിച്ചതിൽ ഒരു അട്ടിമറി അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പിന്നാക്ക വികസന കോർപ്പറേഷനിലേക്ക് PSC നടത്തിയ പരീക്ഷകളിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലും ക്രമക്കേടുകൾ ഉണ്ടെന്ന സംശയമുണ്ട്. എന്തായാലും ഈ 2 പരീക്ഷകളിലേക്കാണ്, അതായത് ആസൂത്രണ ബോർഡിലെയും പിന്നാക്ക വികസന കോർപ്പറേഷനിലെയും നിയമനങ്ങളിലും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിലുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത് തന്നെ. ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുക.